ഹമാസ് ഭീകരർക്കായി പ്രാർത്ഥനാ സംഗമം നടത്തി വിവിധ മുസ്ലിം സംഘടനകൾ. കോഴിക്കോട് ബീച്ചിൽ നടന്ന പരിപാടിയിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനയിലെ നേതാക്കൾ പങ്കെടുത്തു. കൊല്ലപ്പെട്ട ഹമാസ് തലവൻ യഹിയ സിൻവാറിനും ഇസ്മായിൽ ഹനിയയ്ക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും നടന്നു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു. അനഘ, കോഴിക്കോട്ടാണ്. അനഘ പറയൂ. കൃഷ്ണരാജ്, ഈ ഹമാസ് തീവ്രവാദികൾക്ക് കൃത്യമായൊരു പിന്തുണ നൽകുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. നമുക്കറിയാം, ഈ സ്ത്രീകളോട് പോലും അല്ലാഹു അക്ബർ വിളിച്ചുകൊണ്ട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും കുട്ടികളോട് പോലും അതിക്രൂരമായി പെരുമാറുകയും ചെയ്ത ഹമാസ് തീവ്രവാദികളെയാണ് ഇന്നലെ ഇവർ ഈ സ്വാതന്ത്ര്യ പോരാളികൾ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. കോഴിക്കോട് ബീച്ചിൽ വെച്ചാണ് ഈ സോളിഡാരിറ്റി ഓഫ് കേരള എന്ന് പറയുന്ന അവരുടെ ബാനറിൽ വിവിധ മുസ്ലിം സംഘടനകൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടാണ് ഇന്നലെ ആ പ്രാർത്ഥനാ സംഗമം നടന്നത്. ആ പ്രാർത്ഥനാ സംഗമത്തിൽ എത്തിയവരെ നിരവധി ആളുകൾ, വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് നിരവധി ആളുകൾ ഈ പ്രാർത്ഥനാ സംഗമത്തിൽ എത്തുകയും ചെയ്തിരുന്നു. അവിടെയാണ് ഈ ഹമാസ് തീവ്രവാദികൾ, എങ്ങനെയാണ് നിങ്ങൾ ഹമാസിനെ തീവ്രവാദികൾ എന്ന് വിശേഷിപ്പിക്കുക? അവർ കൃത്യമായി തന്നെ സ്വാതന്ത്ര്യ പോരാളികളാണ്. മാത്രമല്ല, ഈ ഇന്ത്യയിലും സ്വാതന്ത്ര്യം സമരം നടന്നിട്ടില്ലേ, ഇവിടെയും സ്വാതന്ത്ര്യ സമരം ഉണ്ടായിട്ടില്ലേ, അതിനെയും നിങ്ങൾ ഇങ്ങനെ വിശേഷിപ്പിക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അവിടെ പ്രസംഗിച്ച ഓരോ നേതാക്കളും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മാത്രമല്ല, ഈ പോരാട്ടത്തിൽ മരിക്കുന്നവർ കൃത്യമായി തന്നെ, അതായത് മരിക്കുന്ന ഓരോ ഹമാസ് തീവ്രവാദിയും അവർ വീര പോരാളികളാണ്, അവർ രക്തസാക്ഷികളാണ് എന്ന് പോലുമുള്ള പ്രസംഗങ്ങളാണ് ഇന്നലെ ആ കോഴിക്കോട് നടന്ന ബീച്ചിൽ നടന്ന വിവിധ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന ഈ പ്രാർത്ഥനാ സംഗമത്തിൽ പറഞ്ഞിരുന്നത്. മറ്റൊന്ന്, ഈ ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ട യഹിയ സിൻവാർ തുടങ്ങിയ ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി പ്രാർത്ഥന പോലും ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു എന്നതാണ്. ഈ വിവിധ മുസ്ലിം സംഘടനകൾ സംഘടിപ്പിച്ച ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ക്ഷണമുണ്ടായിരുന്നു. മുസ്ലിം ലീഗിലെ വിവിധ നേതാക്കൾ ആ വേദിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾക്ക് പാണക്കാട് സാദിഖ് അലി തങ്ങൾ തുടങ്ങിയവർക്കൊക്കെ ഈ പരിപാടിയിലേക്ക് ക്ഷണം ഉണ്ടായിരുന്നു എന്നതാണ് മറ്റൊന്ന്. മാത്രമല്ല, ഈ പരിപാടിയിൽ ഉടനീളം ഈ ഹമാസ് തീവ്രവാദികളെ വെള്ളപൂശാനുള്ള, അവർക്ക് പിന്തുണ നൽകുന്ന രീതിയിലേക്കുള്ള പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു കൃഷ്ണരാജ് ഇന്നലെ ആ വേദിയിൽ നടന്നിരുന്നത്. അനഘ, ഏതൊക്കെ നേതാക്കളാണ് പങ്കെടുത്തത്? അത് പ്രധാനമാണല്ലോ. കൃത്യമായിട്ട് പറഞ്ഞാൽ മുസ്ലിം ലീഗിലെ ഈ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, റിജിൽ മാങ്കൂട്ടത്തിൽ, DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ, ഇവർക്കൊക്കെ തന്നെ കൃത്യമായി ക്ഷണം ഉണ്ടായിരുന്നു. പക്ഷെ മാധ്യമങ്ങളടക്കം അവിടെ എത്തിയത് കൊണ്ടും ആയിരിക്കാം ഇവരാരും തന്നെ പങ്കെടുത്തിരുന്നില്ല. അവസാന നിമിഷം വരെ ഇവരാരും തന്നെ എത്തിയിരുന്നില്ല. പക്ഷെ ഇവരൊക്കെ കൃത്യമായി ക്ഷണിച്ചിരുന്നു, ഇവരൊക്കെ വരാൻ സമ്മതിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ആ പ്രസംഗത്തിലുടനീളം അവർ പറഞ്ഞിരുന്നത്. കൃഷ്ണരാജ്, ഹമാസ് ഭീകരർക്കായി പ്രാർത്ഥനാ സംഗമം നടത്തുകയാണ് വിവിധ മുസ്ലിം സംഘടനകൾ. കോഴിക്കോട് ബീച്ചിലായിരുന്നു പരിപാടി. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷി സംഘടനയിലെ നേതാക്കൾ പങ്കെടുത്തു. പ്രത്യേക പ്രാർത്ഥനയാണ് കൊല്ലപ്പെട്ട ഭീകരർക്കായി നടത്തുന്നത് എന്ന് ഓർമ്മ വേണം. ഇത് കോഴിക്കോട്ടാണ്. ഏതായാലും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് വരും ബുള്ളറ്റിനുകളിൽ പോകേണ്ടി വരും. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ.